കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ അവൈലബിൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സന്ദർശിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. 7592939616. ഞാൻ നമ്പർ ഒന്നുകൂടി വായിക്കാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 7592939616. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. അപ്പൊ ഇന്ന് നമ്മൾ ഇഗ്നോയുടെ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസില് BA സൈക്കോളജിയുടെ BPCC 106 ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട്സിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സമയമൊന്നും പോകണ്ട, നമുക്ക് നേരിട്ട് നമ്മളുടെ അനാലിസിസിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ജനറൽ അനാലിസിസ് കൊണ്ടുവന്ന എങ്ങനെയാന്ന് പറയുമ്പോൾ നമ്മൾ മുൻവർഷ ചോദ്യ പേപ്പറൊക്കെ എടുത്തിട്ട് ആ ഒരു പാറ്റേൺ, അതിന്റെ ഒരു ട്രെൻഡ് ഒക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് തയ്യാറാക്കിയത്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി ആ ഒരു പാറ്റേൺ ഉണ്ടാക്കുന്നത്, അതുപോലെ മാറി മറിയുന്ന ട്രെൻഡ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ വരുത്തി തീർത്തിട്ടാണ് നമ്മൾ ഈ ഒരു കൺക്ലൂഷനിലോട്ടേക്ക് എത്തിയത്. അപ്പോൾ നമുക്ക് നേരിട്ട് ആ ഒരു പ്രിലിമിനറി അനാലിസിസിലോട്ടേക്ക് പോവാം. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ ഈ ഒരു എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, 50 മാർക്കിനാണ് എക്സാം വരിക, 2 മണിക്കൂറാണ് എക്സാം ഉണ്ടാവുക. അപ്പൊ ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഉള്ളിലോട്ടേക്ക് പോകുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് 3 സെക്ഷൻ ആയിട്ടാണ് തരംതിരിച്ചത്. അതിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എഴുതണം. അതായത് ഇവിടെ 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഡിസ്കസ് ഓൺ നോൺ വെസ്റ്റേൺ ട്രഡീഷൻസ് ഇൻ സൈക്കോളജി, അതൊരു ടോപ്പിക്കാണ്. അതുപോലെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ഫ്രോയിഡിയൻ സൈക്കോ അനാലിസിസ്. ഈ 2 കാര്യങ്ങളും നമുക്ക് ഒരുപാട് വലിച്ചു നീട്ടി എഴുതാനുണ്ടാവും. നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്ത് സബ് ടോപ്പിക്സുകളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇത് വലിച്ചു നീട്ടി എഴുതാൻ നമുക്ക് പറ്റും. രണ്ടാമത് നോക്കുവാണെങ്കിൽ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂഷ്യൽ അല്ലെങ്കിൽ ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അതായത് അപ് ടു പോയിന്റ് ആണ് നമ്മൾ ആൻസേഴ്സ് എഴുതേണ്ടത്. അല്ലെങ്കിൽ ഇത് കമ്പാരിസൺ ആയിട്ടാണ് വരിക, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് തിയറിയെ പറ്റിയിട്ട് ആണ് വരിക. നമ്മൾ മൂന്നാമത്തെ സെക്ഷൻ നോക്കുവാണെങ്കിൽ ഷോർട്ട് നോട്ട്സ് ആണ്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസൈസ് ആയിരുന്ന എക്സ്പ്ലനേഷൻസ് ഉണ്ടാവുക. കൺസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതിനേക്കാളും എന്താ പറയുക, ഭയങ്കര ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരിക്കണം ഈ ഒരു ഷോർട്ട് നോട്ട്സിന്റെ ആൻസേഴ്സ് ഉണ്ടാവുക. അതായത് നമ്മളിപ്പോൾ ഫീൽഡ് തിയറി എടുത്ത് നോക്കുവാണെങ്കിൽ എന്താണ് ഫീൽഡ് തിയറി, ആരാണ് സ്റ്റേറ്റ് ചെയ്തത്, അങ്ങനെ മാത്രമാണ് ഈ ഒരു സെക്ഷനിൽ എഴുതും. അപ്പൊ നമുക്ക് ഓരോരോ സെക്ഷനിലും നമുക്ക് ഓരോരോ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ സെക്ഷൻ A ആയിക്കോട്ടെ, അല്ലെങ്കിൽ സെക്ഷൻ 1, സെക്ഷൻ 2, 3, ഇപ്പൊ 3 സെക്ഷനിലും നമുക്ക് ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ചൂസ് ചെയ്തത് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഭയങ്കര പരിചയമുള്ളതുണ്ടാവും, ചിലപ്പോൾ പരിചയമില്ലാത്തതുണ്ടാവും. അപ്പൊ നമുക്ക് അത് ചൂസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ, കുറച്ചും കൂടെ ഒരു കോൺഫിഡന്റ് ലെവൽ കൂടുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. അപ്പൊ അത് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സിലബസിനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു അനാലിസിസ് ചെയ്ത് ഏതൊക്കെ സ്ഥലത്തു നിന്നാണ് ഈ ഒരു വെയിറ്റേജ് ഉള്ളത്, നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചത്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് ചോദിച്ചത്, സിലബസിന്റെ ഏതൊക്കെ ഒരു സ്ഥലത്തു നിന്നാണ് ചോദിച്ചത് എന്നുള്ള ഒരു അനാലിസിസ് ആണ്. ഇനി നമ്മൾ ഒരു കവറേജ് ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വൈസിന്റെ കവറേജ് ഫസ്റ്റ് ബ്ലോക്ക്, അതായത് ബ്ലോക്ക് 1 സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് ആണ്. ഇപ്പോൾ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്സിൽ അതിൽ നോൺ വെസ്റ്റേൺ ട്രഡീഷൻസും അതുപോലെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സും ഭയങ്കരമായിട്ട് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് സെക്ഷൻ A, അതായത് സെക്ഷൻ 1, അതായത് ആ സെക്ഷനിൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഒരുപാട് എഴുതാൻ പറ്റിയ ഒരു നമ്മുടെ ഒരു ടോപ്പിക്കാണ് അത്. പിന്നെ ബ്ലോക്ക് 2 എടുത്ത് നോക്കുകയാണെങ്കിൽ ഏർലി സൈക്കോളജിയിലുള്ള നമ്മുടെ കോൺട്രിബ്യൂഷൻ ഓഫ് ബ്രിട്ടീഷ് എംപറിസ്റ്റ് ആൻഡ് ഏർലി മോഡേൺ സൈക്കോളജിസ്റ്റ് ലൈക്ക് എബിംഗ്വസ് ആൻഡ് തോൺടൈം. അതുപോലെ ഇവർ രണ്ടുപേരുടെ ഒരു കോൺട്രിബ്യൂഷൻസ് ഒക്കെ വെച്ചിട്ട് ഏർലി സൈക്കോളജിയിലുള്ള ആ ഒരു സെക്ഷനിൽ ഈ ഒരു കോൺട്രിബ്യൂഷൻ, നമ്മൾ ബ്രിട്ടീഷ് എംപറിസിസ്റ്റുകളായിട്ടുള്ള മോഡേൺ സൈക്കോളജിസ്റ്റിന്റെ ഒക്കെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ എന്താ പറയുക ഒന്ന് നറേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അവിടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നത് കണ്ടിട്ടുള്ളത്. രണ്ടാമത് ഡെവലപ്മെന്റ് ഓഫ് ബിഹേവിയറിസം ആൻഡ് വാട്സണിയൻ ബിഹേവിയറിസം. അപ്പൊ ഇത് രണ്ടും
ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നത് നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് 3 നോക്കുവാണെങ്കിൽ സൈക്കോ ഡൈനാമിക് അപ്രോച്ചിൽ സൈക്കോ അനാലിസിസ്, അതിന്റെ ഡെവലപ്മെന്റ്സ്, ഇമ്പാക്ട്സ്, ക്രിറ്റിസിസം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ അവിടെ ഇമ്പോർട്ടന്റ് ആണ് ന്യൂ ഫ്രൂഡിയൻ കോൺട്രിബ്യൂഷൻസ്. അത് ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും ലെസ് ഫ്രീക്വന്റ് ആണ്. നമ്മൾ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ അത് ഒരു നോട്ടബിൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. പിന്നെ ബ്ലോക്ക് 4 നോക്കുവാണെങ്കിൽ ദ ബിഹേവിയറൽ ആൻഡ് ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ് എന്ന സെക്ഷനിൽ നമ്മൾ ഇവാലുവേഷൻ ആൻഡ് ക്രിറ്റിസിസം ഓഫ് ബിഹേവിയറിസം കൊണ്ടുവന്നതിന്റെ നമ്മൾ ക്രിറ്റിസിസം ഉണ്ട്, അതുപോലെ അതെങ്ങനെയാണ് വന്നത്, അതിന്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ്, അതിന്റെ ന്യൂ ഫ്രൂഡിയൻസിന്റെ കോൺട്രിബ്യൂഷൻസ് എങ്ങനെയാണെന്നൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഹ്യൂമനിസ്റ്റിക് ആൻഡ് എക്സ്റ്റൻഷണൽ സൈക്കോളജിയിലുള്ള കാര്യങ്ങൾ, അതിലുള്ള തേർഡ് ഫേസ് മൂവ്മെന്റ് ഒക്കെ നമ്മൾ ധാരാളമായിട്ട് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ 5th ബ്ലോക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ ട്രെൻഡ്സ് ആൻഡ് ഡിബേറ്റ്സ് ഇൻ മോഡേൺ സൈക്കോളജിയിൽ അതിൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, നേച്ചർ ആൻഡ് നേച്ചർ ഡിബേറ്റ്സ്, അതുപോലെ കോൺട്രിബ്യൂഷൻ ഓഫ് ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ഇൻ സൈക്കോളജി, പോസിറ്റീവ് സൈക്കോളജി ആൻഡ് കണ്ടംപററി ഡിബേറ്റ്സ് ലൈക്ക് ഫ്രീ വിൽ വേഴ്സസ് ഡിറ്റർമിനേഷൻ. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്സ് ആണ്. നമ്മൾ 5th ബ്ലോക്കിൽ ഇത്രയും ഒരു കവർ ചെയ്യേണ്ടി വരും. കാരണം ഇത്രയും നമ്മൾ നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 1, 2 ഒക്കെ 5th ബ്ലോക്കിൽ കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. അപ്പൊ 5th ബ്ലോക്കിൽ ഇപ്പൊ പറഞ്ഞ ഈ ഒരു ടോപ്പിക്സ് ഒക്കെ നമ്മൾ എക്സാമിന്റെ മുന്നേ കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാവും കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ആ ഒരു നോട്ടബിൾ പാറ്റേൺ അല്ലെങ്കിൽ ട്രെൻഡ്സ്, നമ്മൾ റിക്കറന്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമതാണ് സൈക്കോ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫ്രീക്വന്റ്ലി ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഇതിന്റെ ഡെവലപ്മെന്റ്, ക്രിറ്റിസിസം, ഇമ്പാക്ട് ഒക്കെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. സോ സൈക്കോ അനാലിസിസ് പഠിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ ഡെവലപ്മെന്റ്സും പഠിക്കണം, ക്രിറ്റിസിസവും ഇമ്പാക്റ്റും പഠിക്കണം. പിന്നെയാണ് ബിഹേവിയറിസം ഓപ്പൺ ആയിട്ട് ചോദിച്ച ഒരു കാര്യമാണ്. ബിഹേവിയറിസത്തിന്റെ ഡെവലപ്മെന്റ് നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ കോൺട്രിബ്യൂഷൻസ്, അതിൽ കീ ഫിഗേഴ്സ് ആരൊക്കെയാണ്, അതുപോലെ അതിലുള്ള സൈക്കോളജിസ്റ്റിന്റെ കോൺട്രിബ്യൂഷൻസ്, ക്രിറ്റിസിസം, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വെസ്റ്റേൺ ട്രഡീഷൻസിലുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ റെഗുലർലി കാണാറുണ്ട്. പക്ഷെ എന്താ പറയാ, നമ്മൾ ആ ഒരു റെക്കറന്റ് ആയിട്ട് നമ്മൾ ആ ഒരു കരിക്കുലത്തിൽ നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് ഇത് നല്ല രീതിയിൽ കാണിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിന് അത് എന്തായാലും ചോദിക്കാനുള്ള സാധ്യതയും ഉണ്ട് കേട്ടോ. പിന്നെ ഈ മോഡേൺ സൈക്കോളജിയിലുള്ള ഡിബേറ്റ്സ്, നേച്ചർ വേഴ്സസ് നേച്ചർ ഡിബേറ്റിനെ പറ്റിയിട്ട് റീസെന്റ് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതും നമ്മൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ്. പിന്നെ നമ്മൾ ഒരു ഫോക്കസ് ഷിഫ്റ്റിലോട്ടേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഏർലി സ്റ്റേജിൽ നമ്മൾ ആദ്യം ചോദിച്ച ആദ്യത്തെ ഒരു എക്സാം ഒക്കെ നടന്നത് നമ്മുടെ ക്ലാസിക്കൽ തിയറീസിലും അതുപോലെ സൈക്കോളജിയിലുള്ള ഫിഗേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. പക്ഷെ റീസെന്റ് എക്സാംസിൽ നമുക്ക് കുറച്ചും കൂടെ മോഡേൺ സൈക്കോളജി അല്ലെങ്കിൽ മോഡേൺ സൈക്കോളജി വേഴ്സസ് ക്ലാസിക്കൽ സൈക്കോളജിയിലുള്ള ആ ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ അവരിലുള്ള ക്രിറ്റിസിസംസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നത്, പിന്നെ അതുപോലെ കണ്ടംപററി മൂവ്മെന്റ്സ് ലൈക്ക് ഫെമിനിസം, പോസിറ്റീവ് സൈക്കോളജി ഒക്കെയാണ് കൂടുതലായിട്ട് ചോദിച്ചു കണ്ടത്. അതായത് ആ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം പണ്ട് തിയറി അതുപോലെ സൈക്കോളജിയിലുള്ള ഫിഗേഴ്സ്, സൈക്കോളജിസ്റ്റിന്റെ കോൺട്രിബ്യൂഷൻസ് ഒക്കെയാണ് ചോദിച്ചെങ്കിൽ പക്ഷെ ഇപ്പൊ ആ ഒരു ട്രെൻഡ് മാറി ഇപ്പൊ പറഞ്ഞതുപോലെ പോസിറ്റീവ് സൈക്കോളജി, ഫെമിനിസം അങ്ങനത്തെ രീതിയിലൊക്കെ ആവുന്നുണ്ട്. അപ്പൊ ഈ ഒരു കംപ്ലീറ്റ് ഒരു സിലബസ് സമ്മറി എടുത്ത് നോക്കുവാണെങ്കിൽ അത് നല്ല രീതിയിൽ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിനെയും പിന്നെ അതുപോലെ സൈക്കോളജിക്കൽ സ്കൂൾ ഓഫ് തോട്ട്സും അതുപോലെ മോഡേൺ ട്രെൻഡ്സിനെയും ഒക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ എക്സാം ക്വസ്റ്റ്യൻസിന്റെ മേജർ ബ്ലോക്കിന്റെ ആ ഒരു സ്പാനും പിന്നെ അതുപോലെ നമ്മൾ ആ ഒരു സൈക്കോളജിക്കൽ തോട്ടിന്റെ ആ ഒരു നല്ല രീതിയിൽ അറിയണമെങ്കിൽ, അതായത് ഒരു നോളജ് നമുക്ക് ഈ ഒരു ബ്ലോക്കുകളിൽ നോക്കണമെങ്കിൽ നമ്മൾ ആ ഒരു മേജർ ബ്ലോക്കിന് ഇപ്പം നമ്മൾ ഓരോരോ ടോപ്പിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അപ്പൊ ആ ഒരു ബ്ലോക്കിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്റ്റീവ്, അനലിറ്റിക്കൽ, ഷോർട്ട് നോട്ട് അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. അത് നല്ല നമ്മളെ ഡീറ്റെയിൽഡ് നോളജിനെയും ചെക്ക് ചെയ്യും. അതുപോലെ നമ്മളെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, അത് നമ്മൾ പറഞ്ഞല്ലോ ഷോർട്ട് നോട്ടിലൊക്കെ ഭയങ്കര ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് എഴുതണം. അപ്പൊ നമുക്ക് ആ ഒരു എത്രത്തോളം നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഈ ഒരു എക്സാം ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു പാറ്റേൺ വെച്ചിട്ട് നമ്മൾ അളക്കുന്നത്. പിന്നെ ഈ ടോപ്പിക്സുകൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ സൈക്കോ അനാലിസിസ്, ബിഹേവിയറിസം, നോൺ വെസ്റ്റേൺ ട്രഡീഷൻസ്, അതുപോലെ
മോഡേൺ സൈക്കോളജിക്കൽ ഡിബേറ്റ്സ് ഒക്കെയാണ് റെക്കറന്റ് ആയിട്ട് തീമായിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ ട്രെൻഡ്സ് നോക്കുവാണെങ്കിൽ ഓൾറെഡി ട്രെൻഡിന്റെ ഒരു മാറ്റം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രെൻഡിന്റെ കുറച്ചും കൂടെ എങ്ങനെയാണെന്നുള്ളത് ഇവിടെ നോക്കാം. ഇവിടെ നോട്ടബിൾ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടുവേർഡ്സ് ഇൻക്ലൂഡിംഗ് ദ കോണ്ടംപററി ഓഫ് ഇഷ്യൂസ് ആൻഡ് മൂവ്മെന്റ്സ് ഇൻ സൈക്കോളജി ഇൻ റീസെന്റ് എക്സാംസ്. അതായത് റീസെന്റ് എക്സാംസിൽ നമ്മൾ കണ്ടുവന്നത് ഓൾറെഡി ഷെയർ ചെയ്തതാണ്. നമ്മൾ ഈ ഒരു മാറ്റം, ഈ ഒരു ട്രെൻഡിൽ നിന്ന് പണ്ടത്തെ തിയറീസിൽ നിന്നുള്ള ഒരു മാറ്റം ഇപ്പോഴത്തെ കറന്റ് സൈക്കോളജി എവിടെ നിൽക്കുന്നു, ഇപ്പോഴത്തെ തീം എന്താണെന്നുള്ള രീതിയിലാണുള്ളത്. ക്ലാസിക്കൽ തിയറീസിനൊക്കെ മാറിയിട്ട് ഇപ്പോൾ നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റും അതുപോലെ പോസിറ്റീവ് സൈക്കോളജി, ഫെമിനിസം അതുപോലുള്ള കാര്യങ്ങളിലാണ് കുറച്ചും കൂടെ ഉള്ളത്. പിന്നെ നമ്മൾ ഒരു റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ സ്റ്റുഡൻസിന് കുറച്ചും കൂടെ എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന, നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കുറച്ച് തിയറീസും ഉണ്ട്. അപ്പോൾ ഇൻഷുർ എ സോളിഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സൈക്കോ അനാലിസിസ് പഠിക്കാതെ നമ്മൾ ഒരിക്കലും ഈ ഒരു എക്സാമിന് പോകരുത്. കാരണം അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു മാർക്ക് തരുന്ന സോഴ്സ് ആയിട്ട് നമുക്ക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം. അതുപോലെ ബിഹേവിയറിസം, ഫങ്ഷനിസം, ഈ 3 തിയറിയും നല്ല തറവായിട്ട് ഭയങ്കര സോളിഡ് പ്രൂഫ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. കാരണം ഇത് 3ഉം ബേസ് ചെയ്തിട്ട് നമുക്ക് സെക്ഷൻ എ, ബി, സിയിലും കൂടെ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു കണ്ടംപററി ഡിബേറ്റ്സ് വെച്ചിട്ട് അതിനെ പറ്റിയിട്ടുള്ള ഒരു മോഡേൺ സൈക്കോളജിയിലുള്ള ഡിബേറ്റ്സുകളെ പറ്റിയിട്ടും നേച്ചർ വേഴ്സസ് നേച്ചറിനെ പറ്റിയിട്ടും ആ ഒരു ഫ്രീ വിൽ ഡിറ്റർമിനേഷനെ പറ്റിയിട്ടുള്ള ആ ഒരു കറന്റ് ആയിട്ട് ഇപ്പൊ പോകുന്ന, അതായത് മോഡേൺ സൈക്കോളജിയുടെ ഭാഗമായിട്ടുള്ള അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിനെ കുറച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് റീസെന്റ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അറിഞ്ഞു വെക്കുക. അതിന് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോയിന്റ്സ് ഒക്കെ എടുത്ത് തയ്യാറാക്കി വെക്കുക. പിന്നെ അതുപോലെ നോൺ വെസ്റ്റേൺ ട്രഡീഷൻസ്, അതുപോലെ ഇവിടെ എന്താ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ചുകൂടി സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്തിട്ട് നോൺ വെസ്റ്റേൺ സൈക്കോളജിക്കൽ ട്രഡീഷൻസിൽ കുറച്ചുകൂടി ഒന്ന് ഫോക്കസ് കൊടുത്തിട്ട് ഇപ്പൊ പറഞ്ഞതുപോലെ ആ ഒരു ക്വസ്റ്റ്യൻ അധികവും ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അതുപോലെ ഈ ഷോർട്ട് നോട്ട്സ് ഇപ്പം പറഞ്ഞല്ലോ, നമ്മൾ ഭയങ്കര ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് എഴുതണം ആൻസേഴ്സ്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് പറ്റൂ. ഇപ്പൊ നമ്മൾ ബിഹേവിയറിസം തന്നെ നമുക്ക് ഇവിടെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നാരോ ആയിട്ട് നമുക്ക് അപ് ടു പോയിന്റ് ആയിട്ട് ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എഴുതണമെങ്കിൽ നമുക്കത് എഴുതി ശീലിച്ചാൽ മാത്രമേ നമുക്കത് പറ്റുള്ളൂ. അപ്പോൾ അത് എഴുതി ശീലിക്കണമെങ്കിൽ നമ്മൾ അതിന്റെ ഒരു പ്രാക്ടീസ് നമുക്ക് ഉണ്ടാവണം കേട്ടോ. പിന്നെ ഇതൊരു ബ്ലോക്ക് വൈസ് വെയിറ്റേജ് ആണ്. നമ്മൾ ഓരോ ബ്ലോക്കിനും ഓരോ കളറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ജൂൺ 2023, ഡിസംബർ 2022, ഡിസംബർ 23 നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എക്സാമിന്റെ ആ ഒരു പാറ്റേണും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ബ്ലോക്കുകൾ ഏറ്റവും കൂടുതലൊക്കെ ഇങ്ങനെയൊക്കെയാണുള്ളത്. അതുപോലെ ഒരു പെർസെന്റേജിലൊക്കെ മാറ്റിയ ആ ഒരു റിപ്പോർട്ടാണ്. അപ്പൊ ഇപ്പൊ ഒരു വിഷ്വലൈസേഷനിൽ നമ്മൾ ഓരോരോ ബ്ലോക്കിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ് ഇപ്പൊ കണ്ടത്. പിന്നെ ഇതിന്റെ ഒബ്സർവേഷൻസ് നോക്കുവാണെങ്കിൽ ഡിസംബർ 2022 ക്വസ്റ്റ്യൻസ് ബ്ലോക്കിന് നല്ല രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടാണുള്ളത്. 1, 2, 3, 4, 5 5 ബ്ലോക്കിന് കുറച്ചുകൂടെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടി ചോദിച്ചത് ബ്ലോക്ക് 2 ജൂൺ 2023 നോക്കുവാണെങ്കിൽ അതില് ഡിസ്ട്രിബ്യൂഷൻ എല്ലാ ബ്ലോക്കിലും ഉണ്ട്. പക്ഷെ നോട്ടബിൾ ആയിട്ടുള്ളത് സെക്കൻഡ് ആൻഡ് ഫോർത്തിലാണ്. ഡിസംബർ 2023 നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഫോക്കസ് കൊടുത്തത് 3 and 4 പക്ഷെ ഏകദേശം അതിൻ്റെ അടുത്തോളം തന്നെ 1 and 2, 3 1 and 2 and 4 ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു പെർസെൻറ്റേജ് എടുത്ത് നോക്കുവാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിച്ച ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് 3 സൈക്കോ ഡൈനാമിക് അപ്രോച്ച് ആണ്. പിന്നെ അതുപോലെ ബ്ലോക്ക് 4 ബിഹേവിയറൽ ആൻഡ് ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ്. ഭയങ്കര എന്താ പറയാ, റിപ്പീറ്റഡ് ഓവറോൾ നമ്മൾ ആ ഒരു പാറ്റേൺ എടുത്ത് നോക്കുകയാണെങ്കിലും ഓരോരോ ക്വസ്റ്റ്യൻ പേപ്പറും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും മിസ് ഔട്ട് ആക്കരുത് കേട്ടോ. പിന്നെ ബ്ലോക്ക് 5 ട്രെൻഡ്സ് ആൻഡ് ഡിബേറ്റ്സ് ഇൻ മോഡേൺ സൈക്കോളജി, അതും നമുക്ക് എന്തായാലും വരാൻ പറ്റും. പിന്നെ അതുപോലെ ബ്ലോക്ക് 5 നമ്മുടെ ട്രെൻഡ്സും ഡിബേറ്റ്സും അതൊക്കെ ഇപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുപോലെ നല്ല രീതിയിൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ബ്ലോക്ക് 1, 2 ഓവറോൾ ആയിട്ട് എക്സാമിൽ നല്ല രീതിയിലുള്ള ഒരു വാരിയൻസിൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് കവർ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. പിന്നെ ഒരു പാറ്റേൺ നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 1 and 2 എല്ലാ എക്സാമിനും ഒരു ഫൗണ്ടേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം അതിൽ കുറെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതുകൊണ്ട് തന്നെ അത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ ഒരു ട്രെൻഡ്, നമ്മളൊരു റീസെന്റ് ട്രെൻഡ് എടുത്ത് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 5
നല്ല രീതിയിലുള്ള ഒരു റൈസ് കാണുന്നുണ്ട്. കാരണം ഇത്രയും കാലം 1 ആൻഡ് 2 ചോദിച്ചുകൊണ്ടിരുന്ന ഒതുങ്ങി നിന്ന്, അതായത് ബാക്കിയുള്ളതിൽ ചോദിക്കുന്നില്ല എന്നല്ല, പക്ഷെ കുറച്ചും കൂടെ ഫോക്കസ് അവിടെ കൊടുത്തതായിരുന്നു. പക്ഷെ എന്നാലും ഭയങ്കര രീതിയിലുള്ള ഇൻക്രീസ് ബ്ലോക്ക് 5th വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഷിഫ്റ്റ് എന്തായാലും നോട്ടീസ് ചെയ്യണം, എന്നിട്ട് അതിന്റെ രീതിയിൽ വർക്ക് ചെയ്യണം കേട്ടോ. പിന്നെ സൈക്കോ ഡൈനാമിക് ആൻഡ് ബിഹേവിയറൽ ഫോക്കസ് ബ്ലോക്ക് 3 ആൻഡ് 4 കൺസിസ്റ്റന്റ് ആയിട്ടുള്ള അറ്റൻഷൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ എന്തായാലും സൈക്കോളജിക്കൽ സ്കൂൾസ് ഓഫ് തോട്ട്സിലും കൂടെ കൊടുക്കണം. പിന്നെ ഈ ഒരു കംപ്ലീറ്റിന്റെ സമ്മറി എടുത്ത് നോക്കുവാണെങ്കിൽ ക്വസ്റ്റ്യൻസ് അക്രോസ് ദ ബ്ലോക്ക് എൻഷുറിംഗ് കംപ്രഹെൻസീവ് കവറേജ് ഓഫ് ദി സിലബസ്. നമ്മളുടെ ആ ഒരു കംപ്ലീറ്റ് ഇപ്പൊ നമുക്ക് ഇപ്പൊ ബാക്കിയുള്ള സബ്ജക്റ്റിലൊക്കെ നമുക്ക് ഏകദേശം ഇന്ന ബ്ലോക്കിലാണ് കൂടുതൽ, ഇന്ന ബ്ലോക്കിലെ കുറവാണ് എന്നൊക്കെ പറയായിരുന്നു. പക്ഷെ ഇതിൽ നോക്കുവാണെങ്കിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, ഫ്രീക്വൻസി ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില വർഷങ്ങളിൽ 1 ആൻഡ് 2 ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ചിലതിൽ 3 ആൻഡ് 4 കുറച്ച് കുറവായിരുന്നു. പിന്നെ അത് നെക്സ്റ്റ് എക്സാം വരുന്ന സമയത്ത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരുപോലെ ഒരു കോൺട്രിബ്യൂഷൻ, എല്ലാ ബ്ലോക്കിലും ഒരേ കോൺട്രിബ്യൂഷൻസ് ആയിരുന്നു കണ്ടത്. പിന്നെ നോക്കുമ്പോൾ ബ്ലോക്ക് 5 ഭയങ്കര രീതിയിലുള്ള ഒരു മുന്നേറ്റം കണ്ടിട്ടുണ്ട്. അപ്പോ എന്താ പറയാ, ഒരു ഓവറോൾ സിലബസിനെ നമ്മളൊന്ന് കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഒരു മെയിൻ ടോപ്പിക്സിനാണ് പറയുന്നത് ഓവറോൾ സിലബസിന് ഉദ്ദേശിച്ചത്. അതായത് ഇപ്പോ പറഞ്ഞ നമ്മൾ ഓരോ ബ്ലോക്കിലെയും ഓരോ ടോപ്പിക്സിനെ വെച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ടോപ്പിക്സ് എല്ലാം കുറച്ചും കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർക്ക് നമുക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ബ്ലോക്ക് 3 ആൻഡ് 4 നോക്കുവാണെങ്കിൽ അത് അവിടെ ഓൺഗോയിങ് റെലവൻസ് ഓഫ് സൈക്കോ ഡൈനാമിക് ആൻഡ് ബിഹേവിയറൽ പെർസ്പെക്റ്റീവ് അതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതും ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു യൂണിറ്റ് വൈസ് വെയിറ്റേജ് ആണ് ഇവിടെ കാണിക്കുന്നത്. ബ്ലോക്ക് 1 തന്നെ നോക്കുവാണെങ്കിൽ അതിന്റെ ഒരു വെയിറ്റേജ്, 2 ആ ഒരു വെയിറ്റേജും 3, 4, 5 വെയിറ്റേജ് ആണ് ഇവിടെ ഒരു നമുക്ക് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് കൊടുക്കുന്നത്. ഇത് നമ്പർ ഓഫ് യൂണിറ്റ് പെർ എക്സാംസിനെ വെച്ചിട്ടാണ് 2023 എക്സാം. അപ്പോൾ നമ്മുടെ ആ ഒരു ബാർ ചാർട്ടിന്റെ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. ഇതിപ്പോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും, ബ്ലോക്ക് വൈസ് ആയിട്ട് ഓരോ എക്സാമിന് ഇങ്ങനെയൊക്കെയാണ് വന്ന് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലെ കീ ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ് യൂണിറ്റ്സ്. എപ്പോഴും നമ്മൾ ഒരു യൂണിറ്റ് വൈസ്, ഇപ്പൊ നമ്മൾ ബ്ലോക്ക് വൈസ് പറഞ്ഞിട്ടുണ്ട് അല്ലെ, അപ്പൊ ഇനി യൂണിറ്റ് വൈസ് ആണ് പറയാൻ പോകുന്നത്. നമ്മുടെ യൂണിറ്റ് 1 ഓഫ് ബ്ലോക്ക് 1, അതായത് ബ്ലോക്ക് 1 യൂണിറ്റ് 1, യൂണിറ്റ് 3 ആൻഡ് 4 ഓഫ് ബ്ലോക്ക് 2 and unit 6 of block 3 are consistently present in examination question paper. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അധികവും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു സെക്ഷൻസ് ആണ് ഇപ്പൊ പറഞ്ഞ ഈ ഒരു യൂണിറ്റുകൾ. അത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, വിട്ടുപോകരുത്. അഥവാ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഓർത്തൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ എമേർജിംഗ് യൂണിറ്റ്സ് ആണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ബ്ലോക്കിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ബ്ലോക്ക് 5 പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. ഭയങ്കര രീതിയിൽ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ആ ഒരു എന്താ നമ്മളെ ആ ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ റീസെന്റ് അധികവും ഒരു ട്രെൻഡായിട്ട് കാണുന്ന ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് 5. അതിൽ യൂണിറ്റ് 12 ആൻഡ് 13 നല്ല രീതിയിലുള്ള ഒരു ഷിഫ്റ്റ്, അതായത് ഇത്രയും കാലം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ സഡൻലി അത് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഒരു ബാലൻസ്ഡ് കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം ചില എക്സാമിൽ ഒരു എന്താ ഒരു നമുക്ക് അങ്ങനെ ഇന്ന ഒരു യൂണിറ്റിൽ നിന്നാണ് കൂടുതൽ ചോദിച്ചത്, ഇന്ന യൂണിറ്റിന് കുറവാണെന്നുള്ള ഈ ഒരു സബ്ജക്റ്റ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. കാരണം ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അതുകൊണ്ട് നമുക്ക് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞതിനേക്കാൾ നമുക്ക് വേറെ ഒരു യൂണിറ്റിലോട്ടേക്ക് പോകാൻ നമുക്ക് ഇങ്ങനെ ഭയങ്കര രീതിയിൽ പറ്റില്ല. കാരണം നല്ല രീതിയിലുള്ള ആ ഒരു ഫെയർ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ടോപ്പിക് വൈസ് വെയിറ്റേജ് ആണ്. ഇവിടെ ആ ഒരു ഹീറ്റ് മാപ്പിൽ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് കണ്ട ടോപ്പിക്സുകൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തപോലെ നോൺ വെസ്റ്റേൺ ട്രഡീഷൻസ്, ഡെവലപ്മെന്റ് ഓഫ് തോട്ട്സ് ആൻഡ് ബിഹേവിയറിസം, പ്രുഡൻസ്, സൈക്കോ അനാലിസിസ്, കൺസ്ട്രക്റ്റിവിസം, സോഷ്യൽ കൺസ്ട്രക്ഷനിസം, അങ്ങനെയൊക്കെയാണ്. അതൊക്കെ മൾട്ടിപ്പിൾ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. മെയിൻലി എമർജിംഗ് ട്രെൻഡ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ഫെമിനിസം, കറന്റ് ട്രെൻഡ്സ് ഇൻ സൈക്കോളജി, പോസിറ്റീവ് സൈക്കോളജി ഒക്കെ, അതുപോലെ നേച്ചർ വേഴ്സസ് നേച്ചർ. പിന്നെ ഹൈ ഫ്രീക്വൻസി ടോപ്പിക്, അതായത് നമുക്ക് ഹൈ മാർക്കിന് നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ ചോദിക്കാൻ അധികവും ചാൻസ് ഉള്ള കുറച്ച് ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വെസ്റ്റേൺ ട്രഡീഷൻസ് ഇൻ സൈക്കോളജി, റൂട്ട്സ്, സൈക്കോ അനാലിസിസ്, കൺസിസ്റ്റന്റ്ലി ഫീച്ചേർഡ് ആയിട്ടുള്ള അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ വേരിയസ് എക്സാമിനേഷനിലുള്ള നോക്കുവാണെങ്കിൽ ഈച്ച് എക്സാം നമ്മൾ ഓരോ എക്സാം എടുത്ത് നോക്കുമ്പോൾ അതിൽ വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സിലബസിനെ നമ്മൾ അങ്ങനെ എന്താ പറയാ അത്ര ഇതിൽ ഇമ്പോർട്ടന്റ് ആണ് അത് ഇമ്പോർട്ടന്റ് ആണെന്ന് അങ്ങനെ പറയാൻ പറ്റുന്നുണ്ട്. കാരണം ഇതിങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇത്രയും പറഞ്ഞ ടോപ്പിക്സ് ഒഴികെ നമുക്ക് വേറെ എവിടെ നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് ആ ഒരു പാറ്റേൺ ആണ് ഈ ഒരു സബ്ജക്റ്റിനുള്ളത്. നമുക്ക് വേറെ സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ ഇന്നത് എന്നൊക്കെ കറക്റ്റായിട്ട് പറയാൻ പറ്റുമായിരുന്നു. ഇതിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നുണ്ട് കേട്ടോ. കാരണം ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഓരോ സബ്ജക്റ്റിൽ നിന്നും, ഓരോ ബ്ലോക്കിൽ നിന്നും, ഓരോ യൂണിറ്റിൽ നിന്നും ഷിഫ്റ്റ് ചെയ്യുന്നു. പിന്നെ അതുപോലെ ഇവിടെ മോഡേൺ സൈക്കോളജിയിൽ നിന്ന് കണ്ടംപററി സൈക്കോളജിക്ക് ഇഷ്യൂസും, പിന്നെ അതുപോലെ കറന്റ് ട്രെൻഡ്സും പോസിറ്റീവ്സും ഒക്കെ ഭയങ്കരമായ രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. മാർക്കിന്റെ വെയിറ്റേജ് എസ്റ്റിമേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ടോട്ടൽ ഒരു മാർക്ക് നമ്മൾ ബ്ലോക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 നോക്കുമ്പോൾ ഒരു സിഗ്നിഫിക്കന്റ് അലോക്കേഷൻ ഓഫ് മാർക്സ് കൊടുക്കുന്നുണ്ട്. ബ്ലോക്ക് 2 നോക്കുകയാണെങ്കിൽ അത് സബ്സ്റ്റാൻഷ്യൽ മാർക്ക് മാത്രമേ ഉള്ളൂ. അത് ഇടയ്ക്ക് മാറാം, ഇടയ്ക്ക് അതിൽ എന്താ പറയാ നല്ല രീതിയിൽ കുറവ് കാണും. പക്ഷെ ബ്ലോക്ക് 1 അങ്ങനെയല്ല കേട്ടോ. പിന്നെ ബ്ലോക്ക് 3 and 4, 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺസിസ്റ്റന്റ് ആണ്, ബട്ട് സ്ലൈറ്റ്ലി ലോവർ മാർക്സ് ആണ്. നമ്മൾ 1ഉം 2ഉം വെച്ച് നോക്കുവാണെങ്കിൽ ഈ മൂന്ന് ബ്ലോക്കിലും കുറച്ചുകൂടെ എന്താ പറയാ നമ്മുടെ ഒരു മാർക്ക് ഭയങ്കര കുറവായിട്ടാണ് കണ്ടുവരുന്നത്. പക്ഷെ റീസെന്റ് ബ്ലോക്ക് 5 കുറച്ചുകൂടെ റൈസപ്പ് ആയത് കാണുന്നുണ്ട്. യൂണിറ്റിന്റെ മാർക്ക് നോക്കുകയാണെങ്കിൽ യൂണിറ്റ് വിത്ത് ബ്ലോക്ക് 1 and ബ്ലോക്ക് 2 കുറച്ചുകൂടെ സ്ലൈറ്റ് ആയിട്ട് ഒരു അലോക്കേഷൻസ് കാണിക്കും. അതുപോലെ ബ്ലോക്ക് 3 യൂണിറ്റ് 6 സൈക്കോ അനാലിസിസ് എന്ന് പറഞ്ഞ ടോപ്പിക്കും, ബ്ലോക്ക് 4 യൂണിറ്റ് 8 ബിഹേവിയറിസം നോട്ടബിളി പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്സ് ആണ്. അത് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്ലോക്ക് 5 യൂണിറ്റ് 12 and 13 അതിനും നല്ല രീതിയിൽ സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ടോട്ടൽ മാർക്സ് പെർ ടോപ്പിക് നോക്കുകയാണെങ്കിൽ ടോട്ടൽ ആ ഒരു ടോപ്പിക് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസ്, നോൺ വെസ്റ്റേൺ ട്രഡീഷൻസ് ഇൻ സൈക്കോളജി, കോൺട്രിബ്യൂഷൻസ് ഓഫ് എബിംഗസ് ആൻഡ് കോണ്ടെക്ട്, ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണൽ ബിഹേവിയറിസം, ഇതിനൊക്കെ നല്ല രീതിയിലുള്ള മാർക്ക് അലോക്കേഷൻസ് കാണാറുണ്ട്. അതായത് സെക്ഷൻ 1 കാണുന്നതാണ് നമുക്ക് കുറച്ചുകൂടെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതാൻ പോകുന്ന കുറെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സുകളുണ്ട്. കണ്ടംപററി ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ കൺസ്ട്രക്ഷനിസം, നേച്ചർ വേഴ്സസ് നേച്ചർ ഡിബേറ്റ്, ഫ്രീ വിൽ ഡിറ്റർമിനേഷൻ ഡിബേറ്റ്, അതുപോലെ കുറച്ചുകൂടെ എന്താ പറയുക നമുക്ക് സെക്ഷൻ ബിയിൽ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് കുറച്ചുകൂടെ കമ്പാരിസൺ ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിനോടൊപ്പം തന്നെ ഒരു കട്ട് ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയത് പോലെ അല്ലാതെ എഴുതാൻ വേണ്ടി സാധിക്കും. പിന്നെ ഫോക്കസ് ഏരിയാസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ബ്ലോക്ക് 1 and 2 അലോങ് വിത്ത് 3 and 4 ഷുഡ് ബി പ്രയർ. ഞാൻ നേരത്തെ ഓൾറെഡി പറയുന്നുണ്ട് അങ്ങനെ 1 and 2 ഇമ്പോർട്ടൻ്റ് ആണ് കമ്പയറിംഗ് ടു 3, 4 and 5. അതിൽ 5 is getting important. പക്ഷെ റെസ്റ്റ് ആയിട്ടുള്ള 3 and 4 സ്റ്റിൽ ഒരു മാർക്ക് കുറവാണ്. പക്ഷെ നമ്മൾ ഇമ്പോർട്ടൻ്റ്ലി പ്രയോറിറ്റൈസ് ചെയ്യണം, കാരണം ട്രെൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്നു. പിന്നെ നമ്മൾ ആ ഒരു ബാലൻസ്ഡ് സ്റ്റഡി, നമ്മൾ ആ എല്ലാ ബ്ലോക്കിലുള്ള ഒരു ബാലൻസ്ഡ് സ്റ്റഡിയിൽ കൊണ്ട് മാത്രമേ നമുക്ക് ഒരു ഹയർ മാർക്സ് റിസീവ്. ഇപ്പം നമ്മൾ പറഞ്ഞു ഈ ഒരു ടോപ്പിക്സിനാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ്, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ ഒരു നമ്മൾ ഈ ഒരു എല്ലാ ബ്ലോക്കിനെയും വെച്ചിട്ടാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പൊ ആ ഒരു ബ്ലോക്കിലുള്ള ഹയർ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു ബ്ലോക്കിലുള്ള നമ്മളിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഒരു പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അതുപോലെ ബ്ലോക്കിലുള്ള ഈ എത്രയൊക്കെ ഒരു യൂണിറ്റുകളാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു, അതൊക്കെ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഒരു ടോട്ടൽ മാർക്കിന്റെ ബ്ലോക്കിനെ ബേസ് ചെയ്തിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, അതിലെ കോൺട്രിബ്യൂഷൻസ്, നിയോ ബിഹേവിയറിസ്റ്റ് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സൺ ബിഹേവിയറിസം, ഇമ്പാക്ട്, ഫുഡ് സൈക്കോ അനാലിസിസ്, നേച്ചർ വേഴ്സസ് നേച്ചർ ഡിബേറ്റ്, നോൺ വെസ്റ്റേൺ ട്രഡീഷൻസ് ഇൻ സൈക്കോളജി, സോഷ്യൽ കൺസ്ട്രക്ഷനിസം, ഇതൊക്കെയാണ് കൂടുതലായിട്ട് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഈ ഒരു അനാലിസിസ് നോക്കുകയാണെങ്കിൽ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസ് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, കോൺട്രിബ്യൂഷൻ ഓഫ് നിയോ ബിഹേവിയറിസം 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഡെവലപ്മെന്റ് ഓഫ് മോഡേൺ ബിഹേവിയറിസം 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഫ്രൂട്ട്സ് ഇമ്പാക്റ്റും 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ നേച്ചർ വേഴ്സസ് നേച്ചർ 2 പ്രാവശ്യം, നോൺ വെസ്റ്റേൺ ട്രഡീഷനും 2 പ്രാവശ്യം, ഇൻക്ലൂഡിങ് സോഷ്യൽ കൺസ്ട്രക്റ്റേഴ്സ്. പിന്നെ അതുപോലെ ഈ ഒരു സജസ്റ്റഡ് ടോപ്പിക്സ് നെക്സ്റ്റ് എക്സാമിൽ എന്തൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഈ ജൂൺ 2024 എന്തൊക്കെ ചോദിക്കാം എന്നുള്ളത്, ഫ്രൂട്ട് സൈക്കോ അനാലിസിസ് 3 പ്രാവശ്യം ചോദിച്ചതാണ്, പക്ഷേ കുറച്ചും കൂടെ ഇമ്പോർട്ടൻറ്റ്, ഭയങ്കര പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. പിന്നെ അതുപോലെ
കോൺട്രിബ്യൂഷൻസ് ഓഫ് നിയോ ബിഹേവിയറിസ്റ്റ്, അത് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സൺ ആൻഡ് ബിഹേവിയറിസം, ഈ ടോപ്പിക്ക് മൾട്ടിപ്പിൾ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ, അത് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഫ്രൂട്ട്സ് ഇമ്പാക്ട്, നമ്മുടെ ആ ഒരു ക്രിട്ടിക്കൽ ഏരിയ എങ്ങനെയാണ് നമുക്ക് ആ ഒരു സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ആ ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ നമ്മുടെ ഫീൽഡ് ഓഫ് സൈക്കോളജി, അതിലുള്ള കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കൊടുക്കണം. പിന്നെ നേച്ചർ വേഴ്സസ് നേച്ചർ ഡിബേറ്റ്, ഇതിന് ഫണ്ടമെന്റൽ ഡിബേറ്റ്സ് ഇൻ സൈക്കോളജി ആണ്. അതുപോലെ അതിലുള്ള വരുന്ന സബ് പോയിന്റ്സും അതിലുള്ള ഒരു നമ്മളെ ആ ഒരു നേച്ചർ വേഴ്സസ് നേച്ചർ കൊണ്ടുവന്ന ആൾക്കാരുടെ പേരും കാര്യങ്ങളും അതെങ്ങനെയാണ് നടന്നത് എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് പ്രിപ്പയർ ചെയ്തിട്ട് പോകാം. പിന്നെ നോൺ വെസ്റ്റേൺ ട്രഡീഷൻസ് ഇൻ സൈക്കോളജി, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഓൾറെഡി നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്ത ടോപ്പിക് തന്നെയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹൈലി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു കാര്യങ്ങളും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ എന്തായാലും ഗോ ത്രൂ ചെയ്യണം, എന്നാലും മാത്രമേ നമുക്ക് നല്ലൊരു സ്കോർ നമുക്ക് ഈ ഒരു എക്സാമിന് കിട്ടുള്ളൂ. ഞാനിപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഓൾറെഡി നമ്മൾ പറഞ്ഞ ഓരോ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു അപ്കമിങ് എക്സാമിന് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഈ ഒരു ടോപ്പിക്സ് ആണ് കുറച്ചും കൂടെ വരിക. അപ്പോൾ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഹൈ ഫ്രീക്വൻസി ടോപ്പിക് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസ് ആണ്. അത് 3 എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഹൈയർ പ്രോബബിലിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ നിയോ ബിഹേവിയറിസം, ഇത് ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്, ഇവിടെ തന്നെ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇത്ര നേരം കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ, ഇതൊക്കെയാണ്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, സൈക്കോ അനാലിസിസ്, ഡെവലപ്മെന്റ് ഓഫ് പേഴ്സൺ ആൻഡ് ബിഹേവിയറിസം, ഓൾറെഡി പറഞ്ഞ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഓരോ ബ്ലോക്കിനെ വെച്ചിട്ടാണെങ്കിലും ടോപ്പിക്കിനെ വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്കൊന്ന് ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചത്. റൂട്ട്സ് ഇമ്പാക്ട്, നേച്ചർ വേഴ്സസ് നേച്ചർ ഡിബേറ്റ്, നിയോ ബിഹേവിയറിസം, നോൺ വെസ്റ്റേൺ ട്രഡീഷൻസ് ഇൻ സൈക്കോളജി, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. റെക്കമെൻഡഡ് ആയിട്ട് പറയുന്നത് സെയിം ടോപ്പിക്സ് ആണ്. ഇത് എന്തായാലും മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ട് പോകണം. ഫ്ലൂയിഡ് സൈക്കോ അനാലിസിസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, സ്റ്റിൽ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഒന്നുകൂടെ വേണേൽ റിപ്പീറ്റ് ചെയ്യാം. ഡെവലപ്മെന്റ് ഓഫ് പേഴ്സൺ ആൻഡ് ബിഹേവിയറിസം, കോൺട്രിബ്യൂഷൻ ഓഫ് നിയോ ബിഹേവിയറിസ്റ്റ്, നേച്ചർ വേഴ്സസ് നേച്ചർ ഡിബേറ്റ്, ഫ്ലൂയിഡ്സ് ഇമ്പാക്ട്. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആ ഒരു നോൺ വെസ്റ്റേൺ ട്രഡീഷൻസും സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഇതൊക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ ഒരു കംപ്രഹെൻസീവ് ആയിട്ട് നമ്മൾ ലേണേഴ്സിൻ്റെ അടുത്ത് പറയുവാണെങ്കിൽ നമ്മൾ BPCC 106 ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട് ആ ഒരു എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ ഇതിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ത്രൂ ഔട്ട് ആയിട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ, ഇപ്പൊ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ എഫക്റ്റീവ് ആയിട്ട് പഠിക്കുക. അതായത് ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക, ഹൈലൈറ്റ് ചെയ്യുക, പ്രീവിയസ് എക്സാം പാറ്റേൺസ് ഇപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ ആ ഒരു ഏരിയാസ് വെച്ചിട്ട് ഇപ്പൊ ഓൾറെഡി നമ്മളൊരു ഫോക്കസ് ഏരിയാസ് ഇന്നതൊക്കെയാണ് കുറച്ചും കൂടെ നമുക്ക് വെയിറ്റേജ് ഉള്ളത്, അല്ലെങ്കിൽ ഇന്നതാണ് ട്രെൻഡ് എന്നൊക്കെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് എന്തായാലും പഠിച്ചിട്ട് കുറച്ചും കൂടെ അതിൽ നമുക്ക് അറിയാത്തൊരു ടോപ്പിക് ആണെങ്കിൽ അതിന് കുറച്ചും കൂടെ ടൈം സ്പെൻഡ് ഡൗൺ ചെയ്തിട്ട് അത് തറോ ആക്കിയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോവാം. പിന്നെ അതുപോലെ നമുക്കങ്ങനെ വെയിറ്റേജ് പറഞ്ഞിട്ടുണ്ട് 1, 2, 5 കുറച്ചും കൂടെ ഫോക്കസ് കൊടുക്കുക. 3, 4 വിട്ട് കളയണം എന്നല്ല പറയുന്നത്, കാരണം ട്രെൻഡ് മാറി മറിയുന്നുണ്ടല്ലേ. ഇപ്പോൾ അതിലുള്ള ഇപ്പോൾ നമ്മൾ ഓരോ ഫോക്കസ് ഏരിയ എടുത്തിട്ട് അതിനെ കുറച്ചും കൂടെ ഉള്ള ഒപ്പർ ചെയ്യുന്ന കാര്യങ്ങൾ, അതിലെ ഫ്രീക്വൻസി ഒക്കെയാണെന്ന് പറയുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കോൺഷ്യസ് മൈൻഡ്, സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ്സ്, കീ തെറാപ്യൂട്ടിക് ടെക്നിക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ ഇതിൽ സ്റ്റഡി ടിപ്സ് ആയിട്ട് കൊടുക്കുന്നത് അണ്ടർസ്റ്റാൻഡ്, ആദ്യം ഫ്രോയിഡിന്റെ തിയറി മനസ്സിലാക്കുക. പിന്നെ അതുപോലെ നമ്മുടെ പേഴ്സണാലിറ്റി സ്ട്രക്ചർ, അതും കാര്യങ്ങൾ, ഈഗോ, സൂപ്പർ ഈഗോ അതൊക്കെ വെച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് ഒക്കെ ഉണ്ടാക്കി പഠിക്കുക. പിന്നെ ഡിഫൻസ് മെക്കാനിസം, സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് സ്റ്റേജസ്, പിന്നെ അതുപോലെ ഇതിന്റെ ഇമ്പാക്ട്, ഇതിന്റെ ക്രിറ്റിസിസം, അതായത് സിഗ്മണ്ട് ഫ്രോയിഡിന് നേരിട്ട് ക്രിറ്റിസിസം. ഇത് ഇപ്പോ സിഗ്മണ്ട് ഫ്രോയിഡിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുവാണെങ്കിൽ അതിന്റെ ഷോർട്ട് നോട്ട് ഒക്കെ എഴുതിയിട്ട് ഈ ഒരു പോയിന്റ്സിനൊക്കെ ഇതിനൊക്കെ എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. കറക്റ്റ് ആയിട്ട് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ എന്താ പറയുക, നമ്മുടെ ആ ഒരു ഫ്രോയിഡിയൻ തിയറി മാത്രമല്ല ചോദിക്കുക, അപ്പോൾ ഇതിന്റെ ക്രിറ്റിസിസം, ഇമ്പാക്ട് ഇതൊക്കെ ചോദിക്കാം. പിന്നെ രണ്ടാമത് നോക്കുകയാണെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സൺ ആൻഡ് ബിഹേവിയറിസം ആണ്. അതിൽ 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജസ് സ്കൂൾ ഓഫ് തോട്ട്, ഫോക്കസിങ് ഓൺ ഒബ്സർവബിൾ ബിഹേവിയേഴ്സ് ആൻഡ് ഡിസ്മിസിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അൺഒബ്സർവബിൾ മെന്റൽ സ്റ്റേറ്റ്സ്. അതായത് നമ്മുടെ ആ ഒരു
നമ്മുടെ വാട്സേനിയൻ ബിഹേവിയറിസത്തിന്റെ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കൂൾസും കാര്യങ്ങളോ ബിഹേവിയേഴ്സിന്റെ ആ ഒരു ക്രിറ്റിസിസം അതൊക്കെ അവിടെയും പറയുന്നത് വാട്സേനിയൻ ബിഹേവിയറിസത്തിനും ക്രിറ്റിസിസം പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ അതൊക്കെ ഇവിടെ നോട്ട് ഡൗൺ ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ഇവിടെ സ്റ്റഡി ടിപ്പായിട്ട് ജോൺ വാട്സന്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. ബിഹേവിയറിസത്തിന് നേരിട്ട ക്രിറ്റിസിസം, അതിന്റെ ഒരു ഇമ്പാക്ട് എങ്ങനെയായിരുന്നു, അതെങ്ങനെയാണ് കൊണ്ടുവന്നത്, പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് മസ്റ്റ് ആണ്. പിന്നെ അതുപോലെ ആ ഓവറോൾ ഈ ഒരു ബിഹേവിയറിസം കൊണ്ട് സൈക്കോളജിയിൽ ഉണ്ടായ ഒരു ഇമ്പാക്ട് അതും നോട്ട് ഡൗൺ ചെയ്ത് എഴുതി പഠിക്കുക. പിന്നെ ഒരു കോൺട്രിബ്യൂഷൻ ഓഫ് നിയോ ബിഹേവിയറിസ്റ്റ് ആണ്, 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഹേവിയറിസം ഒരു റീഇൻഫോഴ്സ്മെന്റ് പണിഷ്മെന്റ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ അത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. അതിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യേണ്ടത് DF സ്കിന്നറിന്റെ, ടോൾമാന്റെ, ഹള്ളിന്റെ ഒക്കെ ഒരു കോൺട്രിബ്യൂഷൻസ്, അവരുടെ ആ ഒരു വർക്കും ഇതിൽ കുറച്ചും കൂടെ കൂടിയിട്ട് പഠിക്കാം. പിന്നെ അതുപോലെ എക്സ്പെരിമെന്റ്സും ഇവർ നടത്തിയ ആ ഒരു എക്സ്പെരിമെന്റ്സ് ഉണ്ടല്ലോ, നമ്മൾ ഓരോരോ തിയറിയിലേക്ക് എത്തിച്ചേരുന്ന ആ ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ടല്ലേ. അപ്പൊ ആ ഒരു തിയറീസ് ആ ഒരു തിയറിയിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത എക്സ്പെരിമെന്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ അതെങ്ങനെയാണ് ലേണിംഗ് ബിഹേവിയറിന്റെ മേലെ ഇവർ എക്സ്പ്ലോർ ചെയ്തിട്ട് അതിന്റെ മേലേക്ക് ഫൈനലി എത്തിച്ചേർന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം ഒന്ന് ക്ലാരിറ്റി എത്തി പഠിക്കാം. പിന്നെ നേച്ചർ വേഴ്സസ് നേച്ചർ ഡിബേറ്റിൽ അത് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോൺട്രിബ്യൂഷൻസ് ജെനറ്റിക്കിന്റെ എൻവയോൺമെന്റൽ ആണ് നേച്ചർ എന്ന് പറയുന്നത്, ജെനറ്റിക്സ് ആണ് നേച്ചർ എന്ന് പറയുന്നത്. അതിലുള്ള നമ്മുടെ ആ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റിൽ ഇത് രണ്ടിന്റെയും റോൾ എന്താണ്, അതിന്റെ രണ്ടിന്റെ പോസിറ്റീവ് നെഗറ്റീവ്സ് എന്താണെന്നുള്ള കാര്യം അവിടെ എടുത്തെഴുതുക. പിന്നെ ഇതിൽ സ്റ്റഡി ടിപ്പായിട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ബോത്ത് സൈഡ്സ് ഡിബേറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു കണ്ടംപററി സൈക്കോളജി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് പെർസ്പെക്റ്റീവിലൂടെ കാര്യങ്ങൾ നോക്കിക്കാണാം. അതായത് നേച്ചർ ആണോ നേച്ചർ ആണോ നമ്മളും കൂടെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഒരു കൺക്ലൂഷൻ പോലെയൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ ഫ്ലൂയിഡ്സ് ഇമ്പാക്ട് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇവിടെയും സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രീതിയിലുള്ള ഇൻഫ്ലുവൻസ് സിഗ്മണ്ട് ഫ്രോയിഡ് ചെയ്തിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻസ് എങ്ങനെയാണ്, പിന്നെ സൈക്കോളജിക്കൽ തിയറീസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. പിന്നെ അതുപോലെ എങ്ങനെയാണ് അദ്ദേഹം ആ ഒരു മോഡേൺ സൈക്കോളജി അതുപോലെ ഇങ്ങനെയൊന്ന് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഐഡിയാസ് ആണ് കൊണ്ടുവന്നത്, പിന്നെ അതുപോലെ അദ്ദേഹം നേരിട്ട ക്രിറ്റിസിസം എന്തൊക്കെയാണെന്നൊക്കെ എഴുതുക. പിന്നെ നോൺ വെസ്റ്റേൺ ട്രഡീഷൻസ് നോക്കുകയാണെങ്കിൽ അതും റിക്വസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഇതിലും എന്താ നമ്മളെ ആ ഒരു ഹൈലൈറ്റ്സ് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടുവന്ന ഒരു ട്രഡീഷൻസിലും പെർസ്പെക്റ്റീവിലും ഒക്കെ നമ്മുടെ സൈക്കോളജിയിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എന്താണെന്ന് എഴുതാം. പിന്നെ അതുപോലെ ജൈനിസം, ബുദ്ധിസം, ഹിന്ദുയിസം, അതുപോലെ നോൺ വെസ്റ്റേൺ ട്രഡീഷൻസ് ഒക്കെ കൊണ്ടുവന്ന ആ ഒരു കോൺസെപ്റ്റുകളൊക്കെ എന്താണെന്നൊക്കെ എഴുതുക. പിന്നെ അതുപോലെ ഇതിന്റെയൊക്കെ യൂണീക് പെർസ്പെക്റ്റീവ്സും അതിന്റെ ഓരോന്നിന്റെ കോൺട്രിബ്യൂഷൻസും പഠിക്കുക. പിന്നെ സോഷ്യൽ കൺസ്ട്രക്ഷനിസം ആണ്, അതും 2 പ്രാവശ്യം വെച്ചിട്ടുണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സോഷ്യൽ ഫിനോമിന ഡെവലപ്മെന്റും സോഷ്യൽ കോൺടെക്സ്റ്റ് അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ആ സോഷ്യൽ കോൺട്രിബ്യൂഷൻസ് തിയറിയിലെ കൺസ്ട്രക്ഷനിസം, പിന്നെ അതുപോലെ നമ്മുടെ ഈ ഒരു കെന്നത്ത് ഗർഗൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടല്ലോ, മൂപ്പരുടെ ആ ഒരു ഈ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നമ്മളൊന്ന് നോക്കാം. പിന്നെ സ്റ്റഡി ബേസ്ഡ് ഓൺ ട്രെൻഡ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഹൈ ഇപ്പൊ പറഞ്ഞ ആ ഒരു ഫ്രീക്വന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ നമ്മുടെ കീ തിയറീസും കോൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കുക. ഫൗണ്ടേഷണൽ തിയറീസ് ഉണ്ട്, അതിന്റെ ക്രിറ്റിസിസം, പോസിറ്റീവ്, അതിന്റെ ഒരു ഇമ്പാക്റ്റ് ഒക്കെ പഠിക്കുക. പിന്നെ അതുപോലെ നമ്മുടെ ഡൈവേഴ്സ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് ഉണ്ടാക്കുക, അതിന് കുറച്ചും കൂടെ പോയിന്റ്സ് ഒക്കെ എഴുതാൻ പറ്റുന്ന അതൊക്കെ തറവായിട്ട് പോവുക. റിവ്യൂ ദ ഇമ്പാക്ട്, നമ്മുടെ ക്രിറ്റിസിസം ഓരോ തിയറീസ് പറയുന്നുണ്ട്, അതിന്റെ ഇമ്പാക്ട് എങ്ങനെയാണ്, അതിന്റെ ക്രിറ്റിസിസം എങ്ങനെയാണ്, ആ തിയറി എന്താണെന്ന് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അതിന്റെ കൂടെ ഇതും കൂടെ പഠിക്കാം. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പാസ്റ്റ് നമ്മൾ ആപ്പിൽ കൊടുത്തിട്ടുണ്ടല്ലോ, NYSL സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ ആപ്പിൽ കൊടുത്തിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും, അതും വെച്ചിട്ട് പഠിക്കുക. അല്ലാത്തവരാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്തിട്ട് ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് ആൻസേഴ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കാം. 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്താൽ തന്നെ നമുക്ക് BPCC 106 എന്ന് പറഞ്ഞ ഈ ഒരു സബ്ജക്ട് നമുക്ക് നല്ല രീതിയിൽ തീർക്കാൻ വേണ്ടി പറ്റും. ഓവറോൾ ഒരു കൺക്ലൂഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ ഓരോരോ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ടോപ്പിക്കാണ് റിക്കറന്റ് ആയിട്ട് ചോദിച്ചത്, ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ തന്നെ ഒരുപാട് ടോപ്പിക്ക് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് തറോലി പഠിക്കുക.
പിന്നെ അതുപോലെ ഓരോരോ തിയറീസിന്റെ ആയാലും അതിന്റെ ഇംപ്ലിക്കേഷൻസും അതിന്റെ ക്രിറ്റിസിസം അതിന്റെ ആ ഒരു നമ്മുടെ ഒരു കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ ഈ ഒരു എക്സാമിന് വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. കാരണം ഇതിൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ബ്ലോക്ക് മാത്രമേ ചോദിക്കുന്നൊന്നും പറയാൻ പറ്റില്ല അല്ലെ. അപ്പോൾ എന്തായാലും ഗുഡ് ലക്ക് ഫോർ യുവർ സ്റ്റഡീസ്. ഇത് നമ്മളൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയതാണ്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ താങ്ക് യു. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ അവൈലബിൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സന്ദർശിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. 7592939616. ഞാൻ നമ്പർ ഒന്നുകൂടി വായിക്കാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 7592939616. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു.